ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുളപ്പുറമാണ്. കുളപ്പുറം ഓവർപാസിന്റെ ഫ്രണ്ട് ഭാഗത്താണ് വന്നിട്ടുള്ളത്. ഇവിടുന്ന് നമ്മൾ ചേളാരി വരെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹൈവേയില് ഇനി ബാക്കി വരുന്ന വർക്കുകൾ എന്തൊക്കെയുണ്ട് എന്നാണ് നമ്മളിന്ന് നോക്കി കാണുന്നത്. എല്ലാ ഭാഗത്തും റോഡ് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, വാഹനങ്ങളൊക്കെ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പല ഭാഗത്തും ഇനി ഫിനിഷിംഗ് വർക്കുകൾ കുറെ ബാക്കിയുണ്ട്. അപ്പൊ അതിന്റെ കാഴ്ചകളാണ് ഇന്ന്. എവിടൊക്കെയാണ് ഫിനിഷിംഗ് വർക്കുകൾ ബാക്കിയുള്ളത് ഇവിടെ തന്നെ നമുക്ക് കാണാം. സെന്റർ ഭാഗത്ത് ക്രാഷ് ബാരിയറിന്റെ വർക്കുകൾ ബാക്കിയുണ്ട്. ഇങ്ങനെയുള്ള വർക്കുകളാണെന്ന് നമ്മൾ നോക്കി കാണുന്നത്. ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ആ ഭാഗത്തും ഇതുപോലുള്ള നമ്മുടെ ഡ്രെയിനേജിന്റെ ഭാഗത്തൊക്കെ കുറെ മണ്ണുകൾ കൂടി കിടക്കുന്നുണ്ട്. അങ്ങനെയുള്ള വർക്കുകളാണ് ഇന്ന് നമ്മൾ നോക്കി കാണുന്നത്. ചേളാരി വരെ ആണ് നമ്മൾ പോകുന്നത്. ഇവിടെ തന്നെ കാണാം നമുക്ക് ഈ സൈഡിലൊക്കെ ഇനിയും ഇവിടെ ടാറിങ് നടക്കാനുണ്ട്. പുതുതായിട്ട് ഇതുപോലുള്ള എന്തൊക്കെയോ വർക്കുകൾ ഉണ്ട് എന്നാണ് നമ്മളിന്ന് നോക്കി കാണുന്നത്. ഇവിടെ കാണാം ജോയിന്റിങ്, അങ്ങനെയുള്ള തലപ്പാറ, ചേളാരി അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ പോയിട്ട് ആ ഭാഗത്ത് ഇറങ്ങിയിട്ട് അവിടെയുള്ള വർക്കുകളൊക്കെയാണ് ഇന്ന് നോക്കുന്നത്. ഇന്ന് ചെറുതായിട്ടൊരു വെളിച്ചക്കുറവൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. നമ്മള് കുറെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ വൈകിന്ന്. അപ്പൊ ഒന്ന് നമ്മള് മറ്റു ഭാഗത്തൊക്കെ പോകാൻ സമയം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങണേ. അപ്പൊ ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ട് നമ്മൾ ഓവർപാസിന്റെ അപ്പുറത്ത് തന്നെ ഇവിടെ കാണാം. ഇവിടെയും ക്രാഷ് ബാരിയർ കൊണ്ടുവന്ന് ജോയിന്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഒന്ന് വെച്ചിട്ടില്ല. ഇങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അത് നമുക്ക് യൂണിവേഴ്സിറ്റി വരെയാണ് പോകുന്നത്. സോറി, ഞാൻ ചേളാരി എന്നാണ് പറഞ്ഞത്. അപ്പൊ യൂണിവേഴ്സിറ്റി വരെ പോകുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള ഭാഗത്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പൊ ചില ഭാഗത്തൊക്കെ ഇതുപോലുള്ള ഭാഗത്തൊക്കെ നല്ല മണ്ണ് കൂടി കിടക്കുന്നുണ്ട്. അങ്ങനെ പെയിന്റിങ് ചെയ്യാനുണ്ട്, അങ്ങനെയുള്ള വർക്കുകളൊക്കെ ബാക്കിയുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് നോക്കിയിട്ട് പോവാം. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. കുളപ്പുറം അത്താണി എന്ന ഭാഗത്ത് ഇവിടെ കാണാൻ നമുക്ക് ഈ ഫൈബർ ക്രഷ് ബാരിയർ വെക്കുന്നുണ്ട് ഇവിടെ പുതുതായിട്ട്. അപ്പൊ ഹൈവേന്റെ വർക്കുകൾ എല്ലാ ഭാഗത്തും കഴിഞ്ഞു എന്നുള്ള ഇതൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ഒരുപാട് വർക്കുകളുണ്ട്. നമ്മള് അതാണ് ഇന്ന് നോക്കുന്നത്. ഇവിടൊക്കെ ഇത് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് ഇനി സ്ക്രൂ ചെയ്യാണ്ട് അതിന്റെ വർക്കാണ് ഇപ്പൊ നടക്കുന്നത്. വർക്കേഴ്സ് ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് വെച്ചതുകൊണ്ട് നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് വാഹനങ്ങൾക്ക് കടക്കാൻ പറ്റൂല. ഹൈവേന്ന് പുതുതായിട്ട് ഇവര് നല്ല രീതിയിൽ ഇത് വെക്കുന്നുണ്ട്. ഈ സംഭവമാണ് നമ്മളെ രാമനാട്ടുകര ഭാഗത്തൊക്കെ വെച്ചിട്ട് ആളുകള് ഇതിന്റെ മുകളിലൊക്കെ വണ്ടി കൊണ്ടുവന്ന് ഇടിച്ച് ഇതൊക്കെ ഒടിച്ചു കളഞ്ഞത്. അപ്പൊ കണ്ടില്ലേ ആ കാറ് പോകുന്നത്. അതുപോലെയുള്ള ഡ്രൈവിങ് ഇനി നടക്കാൻ പോകുന്നില്ല. നല്ല ഫൈന് കിട്ടും. പിന്നെ ഇതൊക്കെ ഒടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഫൈന് വേറെയും കിട്ടും. ഇവിടുന്ന് അങ്ങോട്ട് വാഹനങ്ങള് പോകാൻ പാടില്ല. ഈ ഭാഗത്തുനിന്ന് നേരെ ഹൈവേയിലേക്കുള്ള എൻട്രി ആണ്. അപ്പൊ ഇവിടുന്ന് ഇനി അങ്ങോട്ട് കുറച്ച് ഭാഗത്തേക്ക് ഇത് കയറ്റി വെക്കുന്നാണ് തോന്നുന്നത്. ആ റെഡ് മാർക്കിങ് കാണുന്ന ഭാഗത്തേക്ക് വരെ ഇവിടെ ഇങ്ങനെ നീട്ടി വെക്കാൻ സാധ്യത ഉണ്ട്. അപ്പോ വരുന്ന വാഹനങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങോട്ട് എൻട്രി കിട്ടൂല. അവിടെ പോയിട്ടാണ്, അവിടെ കുറെ മുൻഭാഗത്തുണ്ട് ഇതുപോലെയുള്ള പച്ച കളറിലുള്ള കാണുന്നേ ഇങ്ങനെയുള്ള സിഗ്നലുകൾ കൊടുത്തിട്ടുണ്ട്, പച്ച സിഗ്നൽ. അവിടെ പോയിട്ടാണ് ഹൈവേക്ക് എൻട്രി ചെയ്യാനുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വാഹനം ഓടിച്ചാൽ അപകടങ്ങൾ കുറയും. പിന്നെ ഫൈനും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് പോവുകയും ചെയ്യാം നല്ല രീതിയിൽ. അപ്പൊ ഇവിടെ ഇത് വെക്കുന്നുണ്ട്. അപ്പൊ നമുക്കിനി മുന്നോട്ട് പോയി നോക്കാം. ബാക്കിയുള്ള ഭാഗത്തൊക്കെ എന്തൊക്കെയാ പുതുതായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ നോക്കാം. ഇതുപോലെ ഇങ്ങനെ വണ്ടികൾ കറക്റ്റായിട്ട് വരണം. ഈ ഓട്ടം അത് ഇപ്പുറത്ത് ഇവിടെ തന്നെ കയറി ശരിക്കും അവിടെ പോയിട്ടാണ് ഇതിൽ റോട്ടിലേക്ക് കയറാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ നിയമപരമായിട്ട് പോവുകയാണെങ്കിൽ ഒരു അപകടങ്ങളും ഉണ്ടാവൂല. പകുതി ആളുകളും ഇതിനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാതെയാണ് വാഹനങ്ങൾ ഓടിക്കുന്നത്. നമ്മളിപ്പോ ഇരുമ്പുചോല ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇരുമ്പുചോല ഭാഗത്തേക്ക് വരുമ്പോഴും ഇവിടെ ഇതേപോലെ ഫൈബറിന്റെ ക്രഷ് ബാരിയറുകൾ വെച്ചിട്ടുണ്ട്. അവിടെ കാണാം ആ ഓട്ടോ കടന്നു പോകുന്നത് കറക്റ്റായിട്ടാണ്. അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് കുറെ പേര് വണ്ടിയായിട്ട് വരുന്നുണ്ട്. അതൊക്കെയാണ് അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പൊ അവിടുന്ന് ഒരു
വണ്ടി ഇങ്ങോട്ട് കടക്കാൻ നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടുന്ന് ഒരു കാർ അങ്ങോട്ട് പോവാൻ നിൽക്കുന്നുണ്ട്. ഇതിപ്പോഴും നമ്മുടെ കണ്ടില്ല, എത്രയും വേഗത്തിൽ വരുന്ന വാഹനത്തിന്റെ മുന്നിലേക്കാണ് അവിടെ ക്രോസ് ചെയ്യുന്നത്. വളരെ വേഗത്തിൽ വരുന്ന വാഹനങ്ങളുടെ മുന്നിലേക്കാണ് അവിടുന്ന് ഇങ്ങോട്ടൊക്കെ ക്രോസ് ചെയ്യുന്നത്. ഞാൻ സൂം ചെയ്ത് കാണിച്ചില്ല. അപ്പോൾ അപകടങ്ങൾ ഉണ്ടാവാൻ വളരെ സാധ്യതയുള്ളൊരു ഭാഗം കൂടെയാണ്. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് മാത്രമാണ് പോകാനുള്ള വഴി, എക്സിറ്റ് ആവാൻ. അവിടുന്ന് ഇങ്ങോട്ട് എൻട്രി ഇല്ല. അതൊന്നും നോക്കാതെ ആളുകൾ വീണ്ടും അവരുടെ ഇഷ്ടം പോലെ വാഹനങ്ങൾ ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മള് തലപ്പാറ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. തലപ്പാറ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കുറച്ച് ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയർ പെയിന്റ് ചെയ്യാതെ കാണുന്നുണ്ട്. ഇവിടെ കുറച്ച് ഭാഗത്ത് ജോയിന്റിങ് നടക്കാനുണ്ട്. ക്രാഷ് ബാരിയറിന്റെ ഭാഗത്ത് ഇപ്പൊ പുതുതായിട്ട് ഇവിടെ കോൺക്രീറ്റ് ചെയ്തു. ഇതാ കാണാം നമുക്ക് ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ. വളരെ കുറഞ്ഞ ദൂരമാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തത്. അപ്പോഴേക്കും റോഡിലൊക്കെ ബൈക്കുകൾ ആക്സിഡന്റ് കാണാൻ സാധിച്ചു. എന്താന്ന് പറഞ്ഞാല് ബൈക്കുകളാണ് ഏറ്റവും കൂടുതൽ ആക്സിഡന്റിൽ പെടുന്നത്. ബൈക്കുകാർ ഒരു ശ്രദ്ധയില്ലാതെയാണ് വാഹനങ്ങൾ കൂടുതലായിട്ട് ഓടിക്കുന്നത്. വലിയ വാഹനങ്ങളുടെ കാറ്റ് തട്ടിയാൽ മതി ബൈക്കുകളൊക്കെ മറിയാന്. എന്നിട്ടും ഒരു ശ്രദ്ധയില്ലാതെ സ്പീഡ് ട്രാക്കിലൂടെയൊക്കെയാണ് ബൈക്കുകൾ പോകുന്നത്. അതുകൊണ്ടാണ് ബൈക്കുകൾ കൂടുതലായിട്ട് ആക്സിഡന്റ് ആവുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ കാണാൻ നമുക്ക് പുതുതായിട്ട് ക്രാഷ് ബാരിയർ ജോയിന്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്താണ് പുതുതായിട്ട് കോൺക്രീറ്റ് നടന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ തലപ്പാറ ഭാഗത്ത് പുതുതായിട്ടുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞത്. ഇവിടെ പെയിന്റിങ് ബാക്കിയുണ്ട്. ഈ സൈഡൊക്കെ നോക്കിയാൽ ഇവിടെ ഫുള്ളായിട്ട് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ക്രാഷ് ബാരിയറിന് പെയിന്റ് ചെയ്യാനുണ്ട്. നമ്മൾ തലപ്പാറ അണ്ടർപാസിന്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടുന്ന് താഴ്ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ നിറയെ കച്ചറകൾ വന്നിട്ടുണ്ട്. ഈ ആലിന്റെ ഇലകളൊക്കെ വീണ് ഇവിടെയൊക്കെ ആകെ കച്ചറായിട്ടുണ്ട്. ഇതൊന്നും വൃത്തിയാക്കിയിട്ടില്ല. പിന്നെ ഇവിടെ പുല്ല് വെച്ചതൊക്കെ നമ്മൾ കാണിച്ചിരുന്നു. ഇവിടെ പുല്ലൊക്കെ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. പക്ഷെ ഇതിലൊക്കെ പേപ്പറുകൾ, കടലാസ് അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ ഇവിടെ എടുക്കുന്നുണ്ട്. ഇത് നല്ല വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ കാണാം. പക്ഷെ കുറേ ചപ്പ് ചവറുകൾ വീണ് കിടക്കുന്നുണ്ട്. അതാണ് ഇങ്ങനെ നമ്മളൊക്കെ നാട്ടിലുള്ള പ്രശ്നങ്ങൾ. വൃത്തിയാക്കുന്ന ഒരു പരിപാടി കാണൂല, എല്ലാം വെക്കും. അപ്പോൾ ഇവിടെ ഒന്നും ഇനി വർക്കുകൾ ബാക്കിയില്ല. അവിടെ കുറച്ച് ഭാഗത്ത് ക്രാഷ് ബാരിയറിന് പെയിന്റ് ചെയ്യാനുണ്ട്. ഇവിടെ ഒരു ക്രാഷ് ബാരിയർ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇല്ലേ ക്യാമറൻ്റെ ഭാഗത്ത് വരുന്ന ഭാഗത്ത് ജോയിന്റിങ് ഉണ്ട് ബാക്കി. അപ്പോൾ വാഹനങ്ങളൊക്കെ നല്ല സ്പീഡിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. കുറേ പേര് വാഹനത്തിൻ്റെ സ്പീഡുകളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പോലെയാണ് 100-120 പോകുന്നത്. അപ്പോൾ ശ്രദ്ധയോടെ പോവുക. കുറേ ബൈക്കുകാർ ഒന്നും അറിയാതെ സെൻറ്റർ ഭാഗത്തൂടെ ഒക്കെ പോകുന്നുണ്ട്. ബൈക്കിനൊക്കെ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. കണ്ടില്ലേ, ബസ്സുകളൊക്കെ പോകുന്നത് നല്ല സ്പീഡിലാണ് പോകുന്നത്. നമ്മൾ വെളിമുക്ക് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. വെളിമുക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ ഇതുപോലെയുള്ള ക്രഷ് ബാരിയറുകൾ വെച്ചിട്ടുണ്ട്. ട്യൂബ് ഫൈബറിന്റെ ഇങ്ങനെയുള്ള ഈ ഭാഗത്ത് കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ആക്കി വെച്ചാണ്. ഇവിടെ നിന്ന് ഈ ഭാഗത്തേക്ക് എൻട്രി ഇല്ല. ഇവിടുന്ന് ഇങ്ങനെ ഹൈവേയിലേക്ക് കയറാനുള്ളൊരു വഴി മാത്രമാണ് ഉള്ളത്. അത് ഇവിടെയും ആളുകൾ പല രീതിയിലും വാഹനങ്ങൾ ഓടിക്കുന്നുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക. ഇവിടെ കാണാം നമുക്ക് ഈ ഭാഗത്ത് കുറച്ച് ക്രാഷ് ബാരിയർ വർക്ക് നടക്കാനുണ്ട്. ഇവിടെ ചെറുതായിട്ടൊക്കെ ഒന്ന് മഴ പെയ്തിട്ടുണ്ട്. ഇവിടെ കാണാം നമുക്ക് വാഹനങ്ങൾക്ക് ഹൈവേയിലേക്കുള്ള ഒരു എൻട്രി പോയിന്റ് ആണ് ഇവിടെ നിന്നുള്ള ഭാഗത്തും അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഈ മഞ്ഞ ലൈൻ മാർക്കിങ് ചെയ്ത ഭാഗത്ത് കുറച്ച് കട്ടിയിലാണ് ഇത് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് വാഹനങ്ങൾ പോകുമ്പോൾ ഒരു സൗണ്ട് കേൾക്കാം. ഇത് വാഹനങ്ങൾക്ക് ഒരു സിഗ്നൽ പോലെയാണ്.
കണ്ടില്ലേ, ഇവിടെ കുറെ പേര് അങ്ങോട്ട് കടക്കണേ. ശരിക്കും ഇവിടെ കടക്കാൻ പാടില്ല. ആ വലിയ ലോറി വരെ അങ്ങോട്ടാണ് കടക്കുന്നത്. ഇങ്ങനെയാണ് അപകടങ്ങൾ ഉണ്ടാവുക. ഇവിടെ ഹൈവേയിലേക്ക് ഉള്ള എൻട്രി മാത്രമാണ് ചേളാരി എത്തിയിട്ടുണ്ട്. ചേളാരിക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നമുക്ക് സോയിൽ നീലിംഗ് ചെയ്ത ബാക്കി വരുന്ന ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ മണ്ണുകളുണ്ട്. ഇതൊക്കെ എടുത്തു മാറ്റുന്നുണ്ട്, കുറേശ്ശെ എടുത്തു മാറ്റുന്നുണ്ട്. ഈ സൈഡിൽ നിന്ന് ഇപ്പൊ എടുത്തു മാറ്റുന്നുണ്ട്. അതാണ് അവിടെ ഒരു JCB സൈഡിൽ നിന്ന് ഇങ്ങനെ കുറെ കൂട്ടി വെച്ചതൊക്കെ കാണാം, മണ്ണുകള്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. മഴ വരുന്നുണ്ട്. മഴ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ട് ഉള്ളത് കാഴ്ച നമുക്ക് കാണാനുണ്ട്. മഴ ഫുള്ളായിട്ടൊരു നല്ല സ്ട്രോങ് മഴ വർക്ക് കഴിഞ്ഞാല് വന്നിട്ടില്ല. ചില ഭാഗത്തൊക്കെ ഇപ്പൊ ചെറുതായിട്ട് മഴ പെയ്തപ്പോഴേക്കും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ചേളാരി തന്നെയാണ്. കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെയും ഇങ്ങനെയുള്ള ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അധികം ഈ ഭാഗങ്ങളിലൊക്കെ ഇത്രയും നമ്മൾ യാത്ര ചെയ്തപ്പോൾ കണ്ടത് ഈ ക്യാമറന്റെ കാലുകൾ കൊടുക്കുന്ന ഭാഗത്ത്, തൂണുകളൊക്കെ കൊടുത്ത ഭാഗത്ത്, അതുപോലുള്ള ഭാഗങ്ങളിലൊക്കെയാണ് ജോയിന്റിങ് അധികമായിട്ടും നടക്കാനുള്ളത്. എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആ വണ്ടി ഇവിടെ കേടായതാണെന്ന് തോന്നുന്നത്. പക്ഷെ അവിടെ ഇതുപോലുള്ള ഈ ഫൈബറിന്റെ ഈ ക്രഷ് ബാരിയർ ഇടിച്ചിട്ടിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ കുഴപ്പം. എത്ര വലിയ നല്ല വൃത്തിയോടെ ചെയ്താലും ആളുകളെ അതൊക്കെ കേടാക്കും. ഇപ്പൊ അവിടെ വാഹനങ്ങൾ കൂട്ടായിട്ട് ഹൈവേയിൽ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ സ്പീഡിൽ വരുന്ന ആളുകൾക്ക് അറിയില്ല ഇവിടെ ഇങ്ങനെ ആളുകൾ കൂട്ടായി നിൽക്കുന്നുണ്ടെന്ന്. ഇങ്ങനെയാണ് ആക്സിഡന്റുകൾ ഉണ്ടാവുന്നത്. അപ്പൊ ഹൈവേയിൽ വളരെ വേഗത്തിൽ എക്സിറ്റ് ആയി പോവേണ്ടതാണ്. അല്ലാതെ ഇങ്ങനെ കൂട്ടായിട്ട് നിൽക്കുമ്പോൾ പുറകിൽ നിന്ന് വന്നിട്ട് വാഹനങ്ങൾ ഇടിക്കാൻ സാധ്യതയുണ്ട്. ഇതുപോലെയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ കോട്ടക്കൽ ഭാഗത്തൊക്കെ ആക്സിഡന്റ് ഉണ്ടായത്. അപ്പൊ ഇവിടെ മഴ വരുന്നുണ്ട്. അപ്പൊ ഞാന് യൂണിവേഴ്സിറ്റി ഭാഗത്തേക്ക് പോവാണ്. അപ്പൊ യൂണിവേഴ്സിറ്റി എത്തിയിട്ടുണ്ട്. ഇവിടെ കാണാൻ നമുക്കൊരു ബസ് സ്റ്റോപ്പ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ബോർഡുകൾ പേരൊന്നും കൊടുത്തിട്ടില്ല. ഇവിടെ ഈ ഭാഗത്ത് ക്രഷ് ബാരിയർ ഫിക്സ് ചെയ്യാനുണ്ട്, പെയിന്റിങ് ചെയ്യാനുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ താൽക്കാലികമായിട്ട് കൊണ്ടുവന്ന് വെച്ചത് മാത്രമാണ്. അപ്പൊ ഇനി നമുക്ക് അപ്പുറത്തൊന്ന് നോക്കാം ആ ഭാഗത്ത് എന്താണ് ചെയ്തിട്ടുള്ളതെന്ന്. അവിടെ ഒരു ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എന്തായി എന്ന് നോക്കാം. ഇവിടേക്ക് വരുമ്പോഴും പുതുതായിട്ട് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇതുപോലെ തന്നെയാണ്. ഇവിടെ ഇനിയും കുറെ വർക്കുകളുണ്ട്. ഇവിടെ ബോർഡുകളൊക്കെ വെക്കാനുണ്ട്. ഇവിടെ കാണാം നമുക്ക് ലോറികൾ ഇവിടെ ഇങ്ങനെ നിർത്തി വെച്ചത്. ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ അവിടെയൊക്കെ ഇനി മണ്ണ് ലെവൽ ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഒരുപാടുണ്ട്. ഇവിടെ കാണാം നമുക്ക് ഇതുപോലെ തന്നെ കിടക്കണേ, ഒന്നും ചെയ്തിട്ടില്ല. ആ ടോയ്ലറ്റിന്റെ അവിടെയും അതുപോലെ തന്നെ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ശരിക്കും ഈ ലോറിക്കാർക്കൊക്കെ ഒരു വലിയ ആശ്വാസം തന്നെ ആയിരിക്കാം ഇങ്ങനെയുള്ള ഈ ഭാഗങ്ങള് വണ്ടി നിർത്താന്. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വളരെ കുറച്ചുള്ളൂ. ഇതൊക്കെ ഹരിയാനയിൽ വന്ന ലോറിയാണ്. ഇത്രയും ദൂരത്തു നിന്നൊക്കെ വരുമ്പോൾ കുറച്ച് ഹൈവേയിലൊക്കെ ആകുമ്പോൾ നിർത്താനുള്ള സ്ഥലങ്ങളില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ വളരെ കുറവാണ്. ഇവിടെ ഇതാ കാണാം, ടോയ്ലറ്റിനുള്ള കുഴികളാണ്. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അതൊന്ന് ഇവിടെ ടൈലൊക്കെ ഇട്ട് വെച്ചതാണ്. വേറെ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല.
ഇവിടെ ഒരു ടവർ ഉണ്ട്. അപ്പൊ ഇതാണ് യൂണിവേഴ്സിറ്റിയിലുള്ള പുതുതായിട്ടുള്ളൊക്കെ മാറ്റങ്ങള്. പുതുതായിട്ട് പറയാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല, പഴയ പോലെ തന്നെയാണ്. കുറെ ഭാഗത്ത് ഇനിയും വർക്കുകൾ നടക്കാനുണ്ട്, ഫിനിഷിങ് വർക്കുകൾ ഒരുപാട് നടക്കാനുണ്ട്. ഇങ്ങനെയുള്ള ഭാഗങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട്. താൽക്കാലികമായിട്ട് വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗത്തുനിന്ന്. ഇനി കുളപ്പുറം ഭാഗത്താണ് നമ്മളെ രാമനാട്ടുകര ഭാഗത്തുനിന്ന് വരുമ്പോൾ വർക്ക് ഉള്ളത്. വാഹനങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള വർക്ക് ഒക്കെ ഉള്ള ഭാഗത്ത് പോവാനുള്ളത്. പിന്നെ നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസ്, പിന്നെ വട്ടപ്പാറ, പിന്നെ കുറ്റിപ്പുറം, ഈ ഭാഗങ്ങളിലൊക്കെയാണ് മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്തൊക്കെ ഇനി ബാക്കിയുള്ള വർക്കുകൾ. അപ്പോൾ ഇതാണ് നമ്മുടെ കുളപ്പുറം ഭാഗത്തുനിന്ന് യൂണിവേഴ്സിറ്റി വരുമ്പോഴുള്ള ബാക്കി വന്ന ഫിനിഷിംഗ് വർക്കുകൾ, ബാക്കി വരുന്ന വർക്കുകൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും നമുക്ക് വേറൊരു ഭാഗത്തെ കാഴ്ചയുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.